ഹരേ കൃഷ്ണ. ഭാഗവത പാരായണം സ്കന്ധം 3 അധ്യായം 9. കഴിഞ്ഞ 8ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ബ്രഹ്മാവ് ചെയ്ത ഭഗവത് സ്തുതിയും ഭഗവാൻ നൽകിയ വരങ്ങളും. അപ്പോൾ ഈ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. അപ്പോൾ ഇതിൽ ഭഗവാൻ ബ്രഹ്മാവ് പറയുന്നു, അങ്ങയുടെ തത്വം അറിയാൻ കഴിയാത്തത് ജീവൻ എടുത്ത ജീവന്മാർക്ക് വളരെ വലിയ ഒരു കുറവ് തന്നെയാണ്. വളരെ കാലം തപസ് ചെയ്തിട്ടാണ് എനിക്ക് തന്നെ അങ്ങയുടെ ദർശനം ലഭിച്ചത് എന്ന് ബ്രഹ്മാവ് പറയുന്നു. പിന്നെ പറയുന്നു, ബ്രഹ്മാവിന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് മനസ്സിൽ ജ്ഞാനമുണ്ടായി എന്നും ഭഗവാൻ എന്ന് പറയുന്ന മായാബന്ധമില്ലാത്ത ഒരു കേവല ആനന്ദ സ്വരൂപനാണല്ലോ അങ്ങ് എന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. പിന്നെ പറയുന്നു, അങ്ങയുടെ പാദം ഭയരഹിതവും പ്രാപിക്കാൻ ഉത്തമവുമാണ്. പിന്നെ ഭക്തി ഇല്ലാത്ത ഭക്തിഹീനന്മാരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഭഗവത് കഥകൾ കേൾക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ സത്സംഗം എല്ലാം ഭഗവാനെ ആശ്രയിച്ചാൽ എല്ലാ പാപവാസനകളും നശിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഈ ലോകം മായയുടെ പ്രവർത്തനത്താൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നൊക്കെ പിന്നെ ബ്രഹ്മാവ് പറയുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ പരമാനന്ദം അനുഭവപ്പെടുമെന്നും ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ ഗുണം ഉണ്ടാകുമെന്നും പറയുന്നു. ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല എന്നും അതിന് ശരിയായിട്ടുള്ള ഫലം ലഭിക്കുമെന്നും പറയുന്നു. പിന്നെ ബ്രഹ്മാവ് പറയുന്നത് തിരുനാമങ്ങളുടെ മാഹാത്മ്യം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ബ്രഹ്മദേവ, യാതൊരു കാരണവശാലും ആലസ്യം വേണ്ട, സൃഷ്ടിയിൽ അങ്ങ് ഉത്സാഹിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം സൃഷ്ടിയിൽ അങ്ങ് ഉത്സാഹിക്കുക എന്ന് പറയുന്നു. കുറച്ചുകൂടെ കാലം അങ്ങ് തപസ്സും ഒക്കെ ഉപാസനയെ അനുഷ്ഠിക്കൂ. അപ്പം അങ്ങയ്ക്ക് സൃഷ്ടി നടത്താനുള്ള എല്ലാ ജ്ഞാനവും അങ്ങയ്ക്ക് തന്നെ ഉണ്ടാവും എന്നും പറയുന്നു. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്ത സ്തോത്രം, ഇപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചല്ലോ, ആ സ്തോത്രത്താൽ അതുപോലെ എന്നെ നിത്യവും സ്തുതിക്കുന്നവർക്ക് സർവ്വാഭീഷ്ടങ്ങളും ഉണ്ടാവും എന്നും ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്, അധ്യായം 9. അപ്പോൾ ധ്യാനം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ജന്മാദ്യസേതോ അന്വയാദിതരതശ്ചാത്വേഷവിജ്ഞസ്തരാത് തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാധ്യാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണായ നമഃ. അധ 9ാധ്യായഃ. ബ്രഹ്മോവാച ജ്ഞാതോऽസി മേ അദ്യ സുചിരാൻ അनु ദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ ഗതിർ ഇത്യവധ്യം ന അന്യസ്ത്വദ് അസ്തി ഭഗവന്നപി തൻ അശുദ്ധം മായാഗുണവ്യതികരാത് എതിരുർവിഭാസി രൂപം യദേതത് അവബോധരസോധയേന ശശ്വന്നിവൃത്ത തമസ്സ സദനുഗ്രഹായ ആധോ ഗൃഹീയമവതാര ശതൈകബീജം എന്നാഭിപത്മ ഭവനാദ് അഹം ആവിരാസം നാദപരം പരമയദ്ഭവതഃ സ്വരൂപം ആനന്ദമാത്രമവികൽപ്പം അവിദ്യവർച്ചഃ പശ്യാമി വിശ്വസൃജമേകം വിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകം അധസ്ഥ ഉപാശ്രിതോസ്മി തദ്വാ ഇദം ഭുവനമംഗളമംഗളായ ധ്യാനേ സ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമതുഭ്യം യോ അനാദൃതോ നരകഭാഗ്ഭിർ അസദ് അസംഗൈ
ഏതുത്വദീയചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരൈ ശ്രുതിവാദനീതം ഭക്തിയാ ഗൃഹീതചരണപരയാ ച തേഷാം ന അപൈഷിനാദഹൃദയ അംബുരുഹാത് സ്വപുംസാം താവദ്ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹാപരിഭവോ വിപുലശ്ച ലോഭഃ താവന്മമേത്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്നതേ അഘ്രിം അഭയം പ്രവൃണീത ലോകഃ ദൈവേന തേ ഹതതിയോ ഭവത പ്രസംഗാത് സർവാശുഭോ ഉപശമനാദ് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖ ലേശലവായനീധീന ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത ക്ഷുത്രധാതുഭിർ ഇമാ മുഹുർ അർധ്യമാനാഃ ശീതോഷ്ണവാദവർഷൈരിതരേതരാച്ഛ കാമാഗ്നിനാ ച്യുതരുഷാ ച സുദുർഭരേണ സംപശ്യതോ മന ഉരുക്രമസീതദേ മേ യാവത് പ്രദത്വം ഇദമാത്മന ഇന്ദ്രിയാർത്ഥമായാഫലം ഭഗവതോ ജന ഈശ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതി സംക്രമേധ വ്യർത്ഥ്യാഭി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ അഹ്ന്യാപ്രദാർത്ഥകരണാനിശിനിശ്ചയാന നാനാമനോരഥധിയാത് ക്ഷണഭഗ്നനിദ്രാഃ ദൈവാഹൃദാർത്ഥരചന ഋഷയോഭിദേവ യുഷ്മത്പ്രസംഗവിമുഖ ഇഹ സംസരന്തി ത്വം ഭാവയോഗപരിഭാവിതഹൃത്സരോജ ആസേ ശ്രുതേക്ഷിതപഥോ നനു നാദപുംസാം യദ്ധ്യാത ഉരുഘായ വിഭാവയന്തി തത്തദ് വപു പ്രണയസേ സദ അനുഗ്രഹായ നാദിപ്രസീദതി തഥോപചാരൈർ നാദിപ്രസീദതി തഥാ ഉപചാരൈർ ആരാധിത സുരഗണൈർഹൃദി ബദ്ധകാമൈ യത്സർവഭൂതദയയാ സദാ ലഭ്യ ഏകോ നാനാജനേഷു അവിഹിത സുഹൃദ് അന്തരാത്മാ പുംസാമതോ വിവിധകർമ്മഭിർ അധ്വരാദ്യൈർ ദാനേന ച ഉഗ്രതപസാ വ്രതചര്യയാ ച ആരാധനം ഭഗവത സ്തവ സത്ക്രിയാർത്ഥോ ദർപ്പോർപ്പിത കർഹിചിദ്ധ്രിയതേന യത്ര ശശ്വത്സ്വരൂപം അഹസൈവ നിഭീതഭേദ മോഹായ ബോധധിഷ്ണായ നമസ്പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാ രസായതേ നമ ഇദം ചക്രമേശ്വരായ യസ്യാവതാരഗുണകർമ്മവിഡംബനാനി നാമാനി യേ അസു വിഗമേ വിവശാ ഗൃണന്തി തേ ന ഏകജന്മശമലം സഹസേവ ഹിത്വാ സംയാന്തി അഭാവൃതമൃതം തം അജം പ്രപദ്ധ്യേ യോ വാഹം ച ഗിരിശശ്ച വിഭുസ്വയം ച സ്ഥിത്യുദ്ഭവപ്രളയഹേതവ ആത്മമൂലം ഭിത്വാ ത്രിപാദ് വവൃതേ ഏക ഉരുപ്രരോഹ തസ്മൈ നമോ ഭഗവതേ ഭുവനദ്രുമായ ലോകോ വികർമ്മനികരത കുശലേ പ്രമത്തഃ കർമ്മണ്യയം ഉദിതേ ഭവദർശനേ സ്വേ യസ്താവദ് അസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ യസ്മാദ് ബിബേമി അഹമഭി ദിവരാർദ്ധദിഷ്ണ്യം അധ്യാസിതഃ സകലലോകനമസ്കൃതം യത് തേബേ തപോ ബഹുസവോ അവരുത്സമാന തസ്മൈ നമോ ഭഗവതേ അതിമഖായ തുഭ്യം തിര്യങ് മനുഷ്യവിബുധാദിഷു ജീവയോനിഷു ആത്മേക്ഷയാ ആത്മകൃതസ്സേതു പരീപ്സയായ രേമേ നിരസ്തരധിർ അപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതേ പുരുഷോത്തമായ യോ അവിദ്യയാ അനുപഹതോ അഭിദശാർദ്ധവൃത്യാ നിദ്രാമുവാഹ ജഡരീകൃതലോകയാത്രഃ അന്തർജലേ അഹി കശിപു സ്പർശാനുകൂലം ഭീമോർമി മാലിനിജനസ്യ സുഖം വിവൃണ്വൻ എന്നാഭിപത്മ ഭവനാദ് അഹമാസം ഈഢ്യ ലോകത്രയോപകരണോ യദനുഗ്രഹേണ തസ്മൈ നമസ്ത ഉദരസ്ഥഭവായ യോഗ നിദ്രാവസാന വികസൻ നളിനീക്ഷണായ
സോയം സമസ്തജഗതാം സുഹൃദേക ആത്മാ സത്വേന യൻവടയതേ ഭവേന ഭഗേന തേനൈവ മേ ദൃശം അനുസ്പൃശതാത് യദാഹം സ്രക്ഷ്യാമി പൂർവവദ് ഇദം പ്രണതപ്രിയോസൗ. ഏഷ പ്രപന്നവരദോ രമയാത്മശക്തിയാ യദ്യത് കരിഷ്യതി ഗൃഹീതഗുണാവതാരഃ തസ്മിൻ സ്വവിക്രമമിദം സൃജതോ വിചേതോ യുഞ്ജീത കർമ്മശമലം ച യഥാ വിജഹ്യാം. നാഭിഹ്രദാദ് ഇഹ സദോ അംബസി യസ്യ പുംസോ വിജ്ഞാനശക്തിരഹം ആസമനന്തശക്തി രൂപം വിചിത്രമിദമസ്യ വിവൃണ്ണതോ മേ മാരിരീശിഷ്ട നിഗമസ്യ ഗിരാം വിസർഗഃ. യോ അസാവദഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയായ ചനോ വിഷാദം മാധ്വാഗിരാ അഭനയതാത് പുരുഷപുരാണാഃ. മൈത്രേയോ വാച സ്വസംഭവം നിശാമ്യ ഏവം തപോ വിദ്യാസമാധിഭിः യാവന്മനോവാചസ്തുത്വാ വിരരാമസഖിന്നവത്. അഥാഭിപ്രേതമാന്വീക്ഷ്യ ബ്രഹ്മണോ മധുസൂദനഃ വിഷണ്ണചേതസം തേന കൽപ്പവ്യതികരാംഭസാ. ലോകസംസ്ഥാനവിജ്ഞാന ആത്മന പരിഗിധ്യതഃ തം ആഹ അഗാധയാ വാച കശ്മലം ശമയന്നിവ. ശ്രീഭഗവാനുവാച മാ വേദഗർഭ ഗാസ്തന്ത്രീൻ സർഗ ഉദ്യമം ആവഹ തന്മയാ ആപാദിതം ഹ്യഗ്രേ യന്മാം പ്രാർത്ഥയതേ ഭവാൻ. ഭൂയസ്ത്വം തപാദിഷ്ട വിദ്യാം ചൈവ മദാശ്രയാം താഭ്യാം അന്തർഹൃദി ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷ്യസി അഭാവൃതാൻ. തദാത്മനി ലോകേ ച ഭക്തിയുക്തസമാഹിതഃ ദ്രഷ്ടാസി മാം തദം ബ്രഹ്മൻ മയി ലോകാൻ സ്വമാത്മനഃ. യഥാ തു സർവഭൂതേഷു ദാരുഷു അഗ്നിമിവ സ്ഥിതം പ്രതീജക്ഷീത മാം ലോകോ ജഹ്യാത്തർഹി ഏവ കശ്മലം. യഥാ രഹിതമാത്മാനം ഭൂതേന്ദ്രിയഗുണാശയൈ സ്വരൂപേണ മയോ വേദം പശ്യൻ സ്വരാജ്യമൃച്ഛതി. നാനാകർമ്മവിധാനേന പ്രജാ ബഹ്വീ സുശിക്ഷതഃ ന ആത്മാ വസീദതി അസ്മിൻ തേ വർഷീയാന്മദനുഗ്രഹ. ഋഷിം ആദ്യം ന ബന്ധാതി പാപീയാൻ സ്വാം രജോ ഗുണഃ യന്മനോമയി നിർബന്ധം പ്രജാ സംസൃജതോ അഭിതേ. ജ്ഞാത്വാഹം ഭവദാത്വദ്യ ദുർവിജ്ഞേയോ അഭിദേഹിനാം യന്മാം ത്വം മന്യസേ അയുക്തം ഭൂതേന്ദ്രിയഗുണാത്മഭിഃ. തുഭ്യം വിജിഗിത്സായാം ആത്മാ മേ ദർശിതോ ബഹി നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജിന്വതഃ. യച്ഛകർത്ഥാഘമത്സ്തോത്രം മത്കഥാ അഭ്യുദയാങ്കിതം യദ്വാ തപസി തേ നിഷ്ഠ സ ഏഷ മദനുഗ്രഹഃ. പ്രീതോ അഹം അസ്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയ യതസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. യ ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജേത് തസ്യാശു സംപ്രീതേധം സർവകാമവരേശ്വരഃ. പൂർത്തേന തപസാ യജ്ഞൈർദാനൈർയോഗസമാധിന രാദ്ധം നിശ്രേയസം പുംസാ മത്പ്രീതിസ്തത്വവിന്മദം. അഹമാത്മാത്മനാം ദാത പ്രേഷ്ടസൻ പ്രേയസാമഭി അധോ മൈരഥിം കുര്യാദ് ദേഹാദിർയത്കൃതേ പ്രിയഃ. സർവവേദമയേനേദം ആത്മനാ ആത്മയോനിന പ്രജാസൃജ യഥാ പൂർവം യാശ്യമയി അനുഷേരഥേ. ശ്രീമൈത്രേയോവാച തസ്മാ ഏവം ജഗത്സ്രഷ്ടേ പ്രധാനപുരുഷേശ്വരഃ വിജ്യേദം സ്വേന രൂപേണ കഞ്ചനാഭസ്ഥിരോധതേ. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു അധ്യായം 9 ഭഗവാൻ സമർപ്പിക്കുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു 3-ാം സ്കന്ധം അധ്യായം 9
ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.